السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد قد مات قوم وما ماتت فضائلهم وعاش قوم وهم في الناس أموات. പതിവ് പോലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് തൻ്റെ പിതാവിൻ്റെ ഖബറിനരികിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി വന്നതായിരുന്നു അവൻ. ദയനീയമായൊരു കരച്ചിൽ കേട്ട് കുട്ടി ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. തൻ്റെ തൊട്ടടുത്ത ഖബറിൽ നിന്ന് തന്നെയായിരുന്നു അത്. കുട്ടി ചിന്തിച്ചു, അടയാളങ്ങൾ കൊണ്ടെല്ലാം ലൈലത്തുൽ ഖദറാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു രാവാണ് തലേന്ന് കഴിഞ്ഞു പോയത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ ഖബറാളിക്ക് ഇത്രമേൽ ശിക്ഷ അനുഭവിക്കാൻ കാരണമെന്ന് അതുവഴി വന്ന ഒരു വ്യക്തിയോട് ഖബറാളിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി കുട്ടിയാകെ അമ്പരിപ്പിച്ചു. നിത്യമായി പള്ളിയിൽ പോയിരുന്ന, സദാസമയം അള്ളാഹു ലയിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഖബറായിരുന്നു അത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം വ്യക്തമായി. അദ്ദേഹം പലിശയുമായി ബന്ധപ്പെട്ടിരുന്ന ആളായിരുന്നു. ആദ്യം വലിയ കച്ചവടക്കാരനായിരുന്നെങ്കിലും പിന്നീട് പണം പലിശക്ക് കൊടുക്കുന്നതായിരുന്നു ഇത്ര ജീവിതം. ഖബറാളിയുടെ ശിക്ഷ കേൾക്കും വിധം ഇത്രമേൽ കറാമത്ത് നൽകപ്പെട്ട വ്യക്തി ആരെന്നറിയാമോ? അതെ, പിൽക്കാലത്ത് ലോക സമൂഹം ഖാത്തിമത്തുൽ മുഹഖിഖീൻ എന്ന പേരിൽ അറിയപ്പെട്ട അല്ലാമ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഹിജ്റ 909 റജബ് മാസം മിസ്രിലെ അബൂ ഹൈതം എന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. തൻ്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. തൻ്റെ പിതാമഹൻ ആവശ്യത്തിന് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹജർ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിലേക്ക് ചേർത്തിയാണ് ഇദ്ദേഹത്തിന് ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം. ജന്മനാടായ തൻ്റെ അബൂ ഹൈതം എന്ന പ്രദേശത്ത് തന്നെ പ്രാഥമിക പഠനം നടത്തുകയും അവിടെ നിന്ന് ഖുർആൻ ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് ഈജിപ്തിലെ പ്രസിദ്ധ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹറിൽ പോയി വിവിധ വിഷയങ്ങളിൽ പഠനം നടത്തുകയും ചെയ്തു. അവിടെ പഠിക്കുന്ന സമയത്ത് ഇല്ലായ്മയുടെ മടിത്തട്ടിലായിരുന്നു മഹാനവറുകൾ ജീവിച്ചിരുന്നത്. പശിയടക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. അസ്ഹറിൽ പഠിച്ച 4 വർഷത്തോളം മാംസത്തിൻ്റെ രുചി അനുഭവിച്ചിട്ടില്ലായിരുന്നു. മഹാനവറുകൾക്ക് 20 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഫത്വ നൽകാനും ദർസ് നടത്താനും അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർ അനുമതി നൽകിയിരുന്നു. തർക്കശാസ്ത്രം, നിദാനശാസ്ത്രം, കർമ്മശാസ്ത്രം, തഫ്സീർ, ഹദീസ്, ഫിഖ് തുടങ്ങിയ നിരവധി ജ്ഞാനശൃംഖലകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം നേടി. ശിഹാബുദ്ദീൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ നിരവധിയായ പ്രമുഖരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. മഹാനവറുകൾ ഒരു ദിവസം ഹജ്ജിന് വേണ്ടി പോവുകയും അവിടെ നിന്ന് ഗ്രന്ഥരചന നടത്തണമെന്ന രീതിയിൽ ഒരു സ്വപ്നം കാണുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ അമൂല്യങ്ങളായ രചനകൾ നടത്തുകയുണ്ടായി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന മുഖ്തസർ, ഫത്ഹുൽ ഇലാഹ്, കുൻഹുൽ മുറാദ് തുടങ്ങിയ 120ഓളം കിടയറ്റ രചനകളാൽ മഹാനവറുകളുടെ രചനാവൈഭവം പ്രസിദ്ധമാണ്. മഹാനവറുകൾ അഹ്ലു ബൈത്തിനെ ഏറെ സ്നേഹിച്ചിരുന്നു. ആവശ്യത്തിന് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു. അക്കാലത്തെ പുത്തൻവാദികളുടെ നേതാവായ ഇബ്നു തൈമിയ മക്ബറയിൽ പോയിട്ട് ദുആ നടത്തുന്നത് നിഷിദ്ധമാണെന്ന് വാദിച്ചപ്പോൾ അതിനൊക്കെ അക്കമിട്ട മറുപടി കൊടുത്തു. മഹാനവറുകളുടെ വഫാത്തിലേക്ക് നയിച്ച് രോഗം പിടിപെടുന്നത് ഒരു റജബ് മാസത്തിലായിരുന്നു. അതിനെ തുടർന്ന് 20 ദിവസത്തിലോളം മഹാനവറുകൾക്ക് ദർസ് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഹിജ്റ 974 മഹാനവറുകൾ അടുത്ത ബന്ധുക്കളോട് വസിയത്ത് ചെയ്യുകയും റജബ് മാസം 23 തിങ്കളാഴ്ച ദുഹാ സമയത്തോടടുത്ത സമയത്ത് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇതാണ് ഷാഫി ഇമാം അവിടുത്തെ വരികളിലൂടെ പറഞ്ഞത്: ചില ആളുകൾ മൺമറഞ്ഞാലും എന്നെന്നും അവർ ജനമനസ്സുകളിൽ ജീവിക്കും. വാക്കുകൾ നിർത്തുന്നു. അവലംബം ശ്രേഷ്ഠ ഗുരു പരമ്പര, ഇശാഅത്ത് സുന്ന പബ്ലിക്കേഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുന്നു.